ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശകരമായ മത്സരത്തിൽ ഇന്ന് ആര് ചാമ്പ്യനാകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യയുടെ ആരാധകരെല്ലാവരും തന്നെ. ഗാലറി നിറഞ്ഞു കവിഞ്ഞ് നീലക്കടലായ കാഴ്ചയാണ് കാണുന്നത്. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആവേശം അണപൊട്ടുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. തീർച്ചയായും ഇന്ത്യ ജയിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഓരോ ആരാധകരും. ആര് ജയിക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കുന്നത് തന്നെയാണ്. നമ്മളത് പ്രതീക്ഷിച്ചിട്ട് തന്നെ വന്നേക്കുന്നത്. അതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കാതെ നമ്മൾ ചേസ് ചെയ്യണം. അവരെ ബാറ്റിങ്ങിന് അയച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു 10 ഓവറിൽ വിക്കറ്റ് പോവാതെ നമ്മൾ ചേസ് ചെയ്യണം. ആക്ച്വലി അവർ ബാറ്റിങ്ങിന് അയക്കുമ്പോൾ ഒരു 260-270 ഉള്ളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ആര് ഫോം ആവും ആര് ഫോം ഔട്ട് ആവും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഓർഡർ ബാറ്റേഴ്സ് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8th ബാറ്റർ വരെ അവർ നല്ല ബാറ്റിംഗ് ചെയ്യുന്ന ആളാണ്. ടിക്കറ്റ് കിട്ടി കഴിഞ്ഞ മാച്ചിൽ ടിക്കറ്റ് കിട്ടിയിരുന്നു ആദ്യമായിട്ടാണോ കാണാൻ പറ്റും? അല്ലല്ല, നമ്മൾ കഴിഞ്ഞ 2-3 കളിയെ ഇപ്പോൾ കാണുന്നു ഇവിടെ. പ്രത്യേകിച്ച് ഈ പിച്ച് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു പിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നത്. കണ്ടിന്യൂസ് ഇന്ത്യ ഒരേ പിച്ചിൽ കളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പിച്ച് ആണെങ്കിൽ കൂടിയും ന്യൂസിലൻഡ് ഒരു ശക്തമായ ടീമാണ്. നമ്മൾ കഴിഞ്ഞ കളി അവരുടെ പ്രകടനം അവരുടെ ഫീൽഡിംഗ് വൈസായാലും എല്ലാം കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷേ എളുപ്പമല്ല എന്നുള്ളതും മനസ്സിലാക്കുന്നത്. India is going to win. India jeetega. Okay. Vote for India. ഇന്ന് ആരെങ്കിലും സെഞ്ചുറി അടിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, സെഞ്ചുറിക്കുള്ള പ്രതീക്ഷയൊന്നും നമ്മൾ വയ്ക്കുന്നില്ല. പക്ഷേ നല്ലൊരു റൺ റേറ്റ് കയറി വരും. എന്നിരുന്നാലും കോഹ്ലിയുടെ സെഞ്ചുറി കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ മാച്ചിൽ കോഹ്ലിയുടെ സെഞ്ചുറി കാണാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 84-ലോ 85-ലോ ഔട്ടായി പോയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. സോ ഇന്ന് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മുമ്പ് ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു കടം ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും കടം ബാക്കിയുണ്ട്. നമ്മൾ അടിക്കണം, ട്രോഫി അടിക്കണം. തീർച്ചയായും ചാമ്പ്യൻസ് ട്രോഫിയുടെ വിജയത്തിൽ കവിഞ്ഞ് ഒന്നും ആരാധകരോടെ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആ വിജയം ഇന്ത്യൻ ടീം ഇന്ത്യൻ താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ കിരീടത്തിൽ മുത്തമിടുന്നത് കാണാനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ ആരാധകരും ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.